ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അന്നത്തെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റുന്നില്ല, കാരണം നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ടാണ്. എന്നാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശനിയാഴ്ചയാണെങ്കിലും ഇന്ന് സ്കൂളൊക്കെ വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള ധൃതിയിലും ഒരുക്കത്തിലും ഒക്കെയാണ് കേട്ടോ. രാവിലെ കാപ്പിക്ക് പൂരിയാണ്. പൂരിക്ക് കറി ഇവിടെ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രത്യേകതകൾ ഇവിടെയുണ്ട്. മക്കൾക്ക് ഒരുപാട് മൂക്കണ്ട, കാക്കുവിന് നല്ലതുപോലെ മൂക്കണം. എനിക്കാണെങ്കിലും കുറച്ച് നല്ലതുപോലെ മൂത്ത് നല്ല ചുവപ്പ് കളറൊക്കെ ആകണം. പക്ഷെ മക്കൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ കളറൊന്ന് വ്യത്യാസം വന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് കേട്ടോ. കുറച്ച് പേർക്ക് മൂക്കണം, കുറച്ച് പേർക്ക് മൂക്കണ്ട. ആ ഒരു അവസ്ഥയിൽ അതാണ്ട് ഇത് ഞങ്ങൾക്കുള്ള പൂരിയാണ് ചുട്ടെടുക്കുന്നത്. നല്ലതുപോലെ ചുവന്ന കളറായ ശേഷമാണ് പൂരി ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. കാപ്പിയൊക്കെ ഉണ്ടാക്കി കാപ്പി കഴിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫത്തായിനെ ഞാൻ സ്കൂളിൽ വിടാനായിട്ട് കുളിപ്പിക്കുന്നത്. കുളിപ്പിച്ച് വന്നു കഴിഞ്ഞ് കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ അവൻ ഇരിക്കത്തില്ല, സമയം കിട്ടത്തില്ല, അവനിട്ടിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ കഴിപ്പിച്ച ശേഷമാണ് കുളിപ്പിക്കുന്നത്. മുടി നല്ലതുപോലെ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ. വെട്ടാനായിട്ട് ഇനി ഒരു ദിവസം കാക്കുവിന് ടൈം കിട്ടണം. കാക്കു ഇവിടെ തൊട്ടടുത്ത ഒരു വീടിൻ്റെ പെയിൻറ്റിങ്ങിലാണ്. അവർക്ക് അടുത്ത ദിവസം കയറി താമസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ പെയിൻറ്റിങ് തീർത്ത് കൊടുക്കണം. അതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ കാക്കുവിന് സമയം കിട്ടിയിട്ട് വേണം ഇനി കടയിൽ കൊണ്ട് മുടി വെട്ടിക്കാനായിട്ട്. ഫത്തായിന് തന്നെ അറിയാം കേട്ടോ, അവൻ്റെ മുടി എങ്ങനെ ഒതുക്കി വെക്കണമെന്ന്. കുളിപ്പിച്ച് കയറ്റി വിട്ടാൽ മതി, അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കും, അവൻ തന്നെ കുളിച്ചോളും. എന്നാലും ഞാനൊന്ന് കുളിച്ച് വന്നു കഴിഞ്ഞാൽ തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ടും പാൻറ്റും എല്ലാം തന്നെ ഇട്ടോളും കേട്ടോ. അത് കഴിഞ്ഞ് അവൻ തന്നെ ഇങ്ങനെ ഒരുങ്ങി സ്കൂളിലേക്ക് പോകും. മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് കുറച്ച് നേരം തുണി അലക്കി ഇടാനുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് അടിച്ചലക്കിയിട്ടുണ്ട്. ഇവിടെ മഴയാണ് കേട്ടോ. രാവിലെ കുറച്ച് നേരം മഴയായിരുന്നു. തോർന്ന സമയം കൊണ്ടാണ് ഞാനിത് അലക്കി ഇട്ടേക്കുന്നത്. നമുക്ക് തുണി വിരിക്കാനായിട്ടൊരു ഷെഡുണ്ട്, അവിടേക്ക് വിരിക്കണം. തുണിയൊക്കെ കഴുകി കയറി വന്നപ്പോഴേക്കും കാക്കുവിന് പണിക്ക് പോകാനുള്ള സമയമായി കേട്ടോ. ഇത്രയും ദിവസവും ആ വീട് നൈറ്റ് പണി ചെയ്താണ് തീർത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതാണ്ട് ഇന്ന് ഡേയിൽ നിന്ന് തീർക്കാനുണ്ട്. അപ്പം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ പൂരിയും കടുകാപ്പിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. കാപ്പി കുടിക്കുന്ന ഒരു ശീലമല്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ച് കാപ്പി കുടിപ്പിക്കുന്നതാണ്. വേണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കി, ഞാൻ വിട്ടില്ല, കഴിപ്പിച്ചിട്ട് തന്നെ വിട്ടു. അതാണ്ടേ ആ കൂടെ തന്നെ ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. പൂരിയും കടുങ്കാപ്പിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. കടുങ്കാപ്പിയാണ് മധുരം ഇടാത്ത കടുങ്കാപ്പി കൂടിയാണ്. ആ പൊടിയെല്ലാം കഴിഞ്ഞ് നാണ്ട കാക്കവും പണിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ തൊട്ടടുത്താണ് പണിയെന്ന്. നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലാണ്. അതാണ്ട് നമ്മുടെ അതിരേന്ന് അങ്ങോട്ട് കയറിയാൽ മതി. തിങ്കളാഴ്ചത്തേക്കാണ് അവിടെ കയറി താമസം. അപ്പം കുറച്ച് ദിവസമായിട്ട് നൈറ്റ് പണി ചെയ്ത് തീർക്കുമായിരുന്നു. കാക്കുവിനെയും കൂടെ വിട്ടിട്ട് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ഒന്ന് തൂക്കണമായിരുന്നു, തുടയ്ക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദാണ്ട കാക്കുവിൻ്റെ പണി കാണാനായിട്ട് കയറിപ്പോയി കേട്ടോ. എന്നും പോകണമെന്ന് ഓർക്കും, നൈറ്റ് ചെയ്യുന്നതുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇന്ന് പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി, കയറി വാ, അകത്തെ വാൾ ഡിസൈൻ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാണണ്ടേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ദാണ്ട പണിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ ആ ഡിസൈൻ വർക്ക് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിലും ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരുമോ എന്നറിയില്ല. അകത്തെ ഡിസൈൻ വർക്ക് നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പുറത്തെ കണ്ടിട്ടാണ് അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പുറത്തെ നോക്കിയിട്ട് ഇങ്ങനെ കയറിപ്പോയിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അകത്തെ കയറി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ പുറത്തെ വീഡിയോ എടുക്കാവുന്നതാണ്. ഞാൻ അടിപൊളിയാണെന്ന് ആദ്യമേ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഡിസൈൻ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഒരു ഭിത്തി ഫുള്ള് മരത്തിൻ്റെ ഡിസൈനാണ് വരുന്നത്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു കേട്ടോ. ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നെങ്കിലും ചെയ്ത ഭാഗം അടിപൊളിയായിരുന്നു. വെളിയിലേക്ക് പണി ചെയ്തുകൊണ്ട് നിൽക്കുമ്പം എന്ത് സംശയം ചോദിച്ചാലും നമ്മളോട് സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി കാക്കുവിനുണ്ട് കേട്ടോ. സംശയമൊന്നല്ല, എന്ത് ചോദിച്ചാലും മിണ്ടത്തില്ല. ഇതാണ് പുറത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ അടിപൊളിയാണെന്ന് പറഞ്ഞത്. ഇത് പൂർണ്ണമായിട്ട് മുഴുവനും കണ്ട ശേഷമാണ് അടിപൊളിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഡിസൈന്. വീട്ടുകാർ നെറ്റിൽ നോക്കി സെലക്ട് ചെയ്ത് കൊടുത്ത ഡിസൈനാണ്. എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് രാത്രിയാണ് ഡിസൈന് കൂടുതൽ ഭംഗി തോന്നിയത്. ഡിസൈൻ വർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോകും, എന്നിട്ട് ഇടയ്ക്കൊന്ന് വരും ഡിസൈൻ വർക്ക് എവിടെ വരെ ആയി നോക്കാനായിട്ട്. അപ്പം ഇത് എത്രത്തോളം കഴിഞ്ഞു എന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷ കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വന്നും പോയി നിന്നു. വന്ന സമയത്തെല്ലാം ഞാനിങ്ങനെ വീഡിയോയും കൂടെ എടുത്തു പോയി. ഒരുപാട് താമസിച്ചാണ് കേട്ടോ ചോറുണ്ണാൻ തന്നെ വന്നത്.
ചോറിനാൻ വന്നിട്ട് കൈ കഴുകുന്ന ആ ബുദ്ധിമുട്ട് കൊണ്ട് സ്പൂൺ കൊണ്ട് കോരി കഴിച്ചു. ചോറും ചീരത്തോരനും ചമ്മന്തിയും പഴവും കുറച്ച് ബീഫ് വരട്ടിയതും കൂടി ഉണ്ടായിരുന്നു. നല്ല ചൂട് ചോറും ചീരത്തോരനും ചമ്മന്തിയും മാത്രം മതി കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. പുറത്ത് നല്ല മഴയും ചൂട് ചോറും ഒക്കെ ആകുമ്പോൾ അടിപൊളിയല്ലേ. നല്ല മഴയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ചോറൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കയറിപ്പോയി കേട്ടോ. പണിയൊക്കെ തീരാനുള്ളത് കൊണ്ട്. പിന്നെ ഞാൻ വൈകിട്ടാണ് പണി കാണാനായിട്ട് പോയത്. അപ്പോൾ ദാണ്ട് അവിടെ വേറെയും പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ കയറി ചെല്ലുമ്പോൾ ദാണ്ടേ പണിയെല്ലാം തീർന്ന് അടിപൊളിയായിട്ടുണ്ട്. ഓരോ വീടുകളൊക്കെ ഡിസൈൻ വർക്ക് ചെയ്ത് തീർത്തിട്ട് വന്ന് കാക്കു എന്നോട് പറയാറുണ്ട്, ഇന്ന് അവിടുത്തെ ഡിസൈൻ ആയത് ഇവിടുത്തെ ഡിസൈൻ ആയതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫോണിൽ കാണിച്ചു തരാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാക്കു ചെയ്തൊരു ഡിസൈൻ വർക്ക് നേരിട്ട് കാണണമെന്നുള്ളത് തന്നെ. നമ്മളുടെ വീട്ടിൽ നിന്നും കുറേ ദൂരെയാണ് കാക്കു പണിക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് പോയി കാണാൻ പറ്റിയല്ല. അപ്പോൾ ഇവിടെ ഡിസൈൻ വർക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വരണമെന്നുണ്ടായിരുന്നു. നൈറ്റൊക്കെ പണി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യമൊന്നും ഞാൻ വന്നില്ല. അപ്പോൾ ഡെയിലായതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. സ്വന്തം വർക്ക് നോക്കി ആസ്വദിക്കുമായിരുന്നു. കൊള്ളാവോ? കൊള്ളാന്ന് പറയണം. അതാ അങ്ങനെ ഏകദേശം പെയിൻറ്റിങ് ഒക്കെ വീടിൻ്റെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് അടിമാലിയിൽ നിന്ന് കൊച്ചത്തായും ചിന്നമ്മായും വന്നിട്ടുണ്ട്. ഇറങ്ങി വരാൻ പറഞ്ഞ് വിളിച്ചത്. അങ്ങനെ അവരെ കാണാനായിട്ട് ഇറങ്ങി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും വന്നപ്പോൾ കൊച്ചത്തായും ചിന്നമ്മായും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഹംദാനും ഐറാമോളും എല്ലാവരും ഉണ്ട്. ഞാൻ വന്നത് എൻ്റെ വണ്ടിയെ കളിയാണ് എല്ലാവരും. ഇതാണ് മാഹിയും കൊച്ചത്ത എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. ഇവർ താമസിക്കുന്നത് അടിമാലിയിൽ. ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നല്ലൊരു കർഷകനാണെന്ന്. ഏലത്തെക്കുറിച്ചും കൊക്കോയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നത് എനിക്ക് കൊച്ചത്തായാണ്. അതുകൊണ്ട് ഇത് ചിന്നമ്മ, കൊച്ചുമോൾ ഇന്നമ്മ എന്ന് വിളിക്കും. റാഫിയത്ത് എന്നാണ് പേര്. ക്യാമറ കാണുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും. അയ്യോ, ഈ കൊച്ചന്റെ കവള പിടിച്ചു വലിക്കുകയാണ്. കുഞ്ഞുമനെ കിട്ടിയില്ലായിരുന്നു മുമ്പ്. കൊച്ചത്തായും ചിന്നമായൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അവരെ കാണാനായിട്ട് തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അബി വന്നിട്ടുണ്ട് കേട്ടോ. ഇഷാനെ കൂകാ വെച്ചേ ഐറിൻ ഇഷാനെ. അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നല്ല മഴയും കാറ്റുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. റെസിപ്പി വീഡിയോകളൊന്നും അല്ല. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അത്യാവശ്യം നല്ലതുപോലെ മഴയായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് തെളിഞ്ഞു. ആ തെളിഞ്ഞ സമയം കൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.